എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ മക്കള്, അതായത് ഭക്തജനങ്ങളുടെ മക്കൾക്ക് പറ്റുന്ന ഒരു ഇതാണ്. നല്ലൊരു ജോലിയില്ല, അവർക്ക് വിവാഹ കാര്യത്തിൽ തടസ്സം ഉണ്ടാകുന്നത്, അവർ പഠന കാര്യത്തിൽ തടസ്സം ഉണ്ടാകുന്നത്. അപ്പോൾ ഏതെല്ലാം ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ട് ഇത് റെഡി ആകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മകൻ പഠിക്കുന്നില്ല, മകള് പഠിക്കുന്നില്ല, മകന് 30 വയസ്സായി 35 വയസ്സായി വിവാഹം നടക്കുന്നില്ല, ഇല്ലെങ്കിൽ അവന് 22 26 വയസ്സായി ജോലിയിൽ ഉറച്ചു നിൽക്കുന്നില്ല, പല പല ജോലി സ്ഥലത്ത് പോയി, പക്ഷെ എന്താ അവന്റെ സ്വഭാവ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വഴിപാട് കൃത്യപൂർവം വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ ചെയ്യുവാണെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നല്ല ശുഭകരമായി നടക്കും. ആദ്യം തന്നെ വേണ്ടത് എന്താണ്? വിവാഹ തടസ്സങ്ങൾ മാറും. ഒപ്പം തന്നെ ജോലിയിൽ സ്ഥിരതയില്ല. പല അമ്മമാരും ഫോൺ വിളിച്ചിട്ട് പറയണം, എന്റെ തിരുമേനി അവൻ ഒരു സ്ഥലത്ത് ജോലി നിൽക്കുന്നത്. ചില ഭക്തജനങ്ങൾ പറയും, എന്റെ മകൻ ജോലിക്കേ പോകുന്നില്ല, 30 35 വയസ്സായി ഇതുവരെ ഒരു വിവാഹം പോലും വന്നിട്ടില്ല. പല പല പ്രതീക്ഷകളായിരിക്കും എല്ലാ അച്ഛനമ്മമാർക്കും. പക്ഷെ ആ ഒരു പ്രതീക്ഷകൾ അവർ നല്ലപോലെ പഠിച്ച വ്യക്തികൾക്ക് ജോലി കിട്ടുന്നില്ല. എത്ര എത്ര വിവാഹങ്ങൾ നോക്കിയിട്ട് വിവാഹങ്ങൾ ഉറയ്ക്കുന്നില്ല. സാമ്പത്തികപരമായ ബുദ്ധിമുട്ട്, പഠിക്കുന്നില്ല. മിക്കവരും അമ്മമാരും പറയുന്നത്, എന്റെ മകൻ പുസ്തകം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് തലവേദനയാണ്, പഠിക്കുന്നില്ല, മനസ്സ് വല്ലാതെയായിട്ട് വിഷമിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി എന്താ പറയുക, ജ്യോത്സ്യന്മാരെ പോയി കണ്ട് ഒത്തിരി വഴിപാടുകളൊക്കെ ചെയ്തു, പക്ഷെ ഇതൊന്നും ചെയ്തിട്ടും നേരെയാകുന്നില്ല. അപ്പൊ ഏത് രീതിയിലുള്ള പ്രശ്നത്തിനാണ് നമ്മൾ പരിഹാരം നിർദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്റെ ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒത്തിരി വഴിപാടുകളൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമുക്ക് ഇതിലുള്ള വിശ്വാസങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോകും, അല്ലെ? ഇപ്പൊ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് മകന്റെ കല്യാണം നടക്കുന്നില്ല, ആ പുള്ളിക്കാരൻ ചിലപ്പോ ഒരു 7 ദിവസത്തേക്ക് സ്വയംവര മന്ത്ര അർച്ചന എഴുതി തരും. അത് നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യും. ചിലവര് പോയി ഹേളനം ചെയ്യും, ചിലവർ ചെയ്യത്തില്ല. ഈ ശാന്തിക്കാരൻ നല്ലപോലെ ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. ഇത് നമ്മൾ ധൃതി വെച്ചിട്ട് നമ്മൾ അവിടെ ചീട്ട് വെച്ചിട്ട് വരും സ്വയംവരം ചെയ്യാൻ വേണ്ടി. അപ്പം ശാന്തിക്കാരൻ നോക്കുമ്പോൾ ഒരു ചീട്ട് ഇരിക്കുന്ന ദക്ഷിണ കിട്ടില്ല, അപ്പൊ അവൻ ചിലപ്പോൾ ചെയ്യത്തില്ല. ജ്യോത്സ്യരെ ഞങ്ങൾ 7 കഴിച്ചു, പക്ഷെ വിവാഹം ഇതുവരെ വരുന്നില്ല. അപ്പോൾ ജ്യോത്സ്യർ എന്ത് ചെയ്യുന്നു? അടുത്ത വഴിപാട് എഴുതി തരും. ഇത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാലങ്ങളും യുഗങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ കാര്യം നടക്കാതെ വരും, അല്ലെ? അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒത്തിരി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി, ഇല്ലേ മകന് വേണ്ടി വിവാഹം നടക്കാൻ വേണ്ടി ചെയ്ത പൈസകൾക്ക് കണക്കിൽ ഇഷ്ടം പോലെ ഇത്. അപ്പൊ ഇത് നമ്മുടെ മക്കള് കാണുമ്പോൾ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ഇതിലൊന്നും വിശ്വാസം വന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എത്ര വഴിപാട് ചെയ്ത് ഇത്ര ജ്യോത്സ്യന്മാരെ കണ്ട്, എന്നിട്ടും എനിക്ക് എൻ്റെ വിവാഹം വന്നു, എൻ്റെ വിവാഹ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല, എനിക്ക് ജോലി കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തടസ്സം. അങ്ങനെ തിരിച്ച് നമ്മുടെ ഒരു മക്കൾ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് പറയാൻ ഉത്തരമില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വിവാഹം നടക്കാനും ജോലി കിട്ടാനും പഠന കാര്യങ്ങൾ തടസ്സം നിൽക്കുന്ന ഗ്രഹങ്ങൾ, അതായത് ഗ്രഹങ്ങൾ കാണും. അതൊരു ഉദാഹരണത്തിന് ഒരു ചൊവ്വാദോഷമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ വിവാഹ കാര്യങ്ങൾ താമസം ഉണ്ടാകും. അപ്പോൾ ആ ചൊവ്വയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാതെ വിവാഹം വരില്ല. അതേപോലെ തന്നെ വിവാഹപരമായി ബന്ധപ്പെട്ടിട്ട് 30 35 വയസ്സിലും കല്യാണം തടസ്സമായിട്ട് നിൽക്കുന്ന ഭക്തജനങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അവരുടെ ഗ്രഹനില എനിക്ക് ഒന്ന് അയച്ചു തരിക. ആ ഗ്രഹനില നോക്കി ഏത് പാവഗ്രഹമാണ് വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത്, ആ ഒരു ഗ്രഹങ്ങൾക്ക് വഴിപാട് ചെയ്തെങ്കിൽ മാത്രമേ കല്യാണ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കല്യാണം നടക്കത്തില്ല. പിന്നെ ജോലിയുടെ കാര്യം എല്ലാ ഭക്തജനങ്ങളും പറയുന്നതാണ്, എൻ്റെ മക്കള് ഇല്ലെങ്കിൽ ഒരാഴ്ച ഒരു ജോലി സ്ഥലത്ത് നിൽക്കും, വീണ്ടും പൈസ പോലും മേടിക്കാതെ വരുന്നു, വീണ്ടും അടുത്ത ജോലി കിട്ടുന്നില്ലെങ്കിൽ ആ നിൽക്കുന്ന ജോലി ഒരു പുരോഗതികളില്ല. അപ്പൊ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം മാത്രം വഴിപാടുകൾ ചെയ്താൽ ആ വ്യക്തികൾക്ക് ഗുണമുണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ ജോലി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ജ്യോത്സ്യന്മാരും എഴുതി കൊടുക്കുന്ന ഒരു വഴിപാടാണ് ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന. ത്രിപുരസുന്ദരി മന്ത്ര അർച്ചനയുണ്ട്, അതേപോലെ തന്നെ അശ്വാരൂഢ മന്ത്ര അർച്ചനയുണ്ട്. പക്ഷെ ചിലവർക്ക് ഈ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യുമ്പോൾ ഈ അർച്ചന ചെയ്യുന്ന സമയത്ത് 3-4 ദിവസം വ്യത്യാസവും വീണ്ടും പഴയ പോലെ ആവും. അതേപോലെ തന്നെയാണ് അശ്വാരൂഢ മന്ത്ര അർച്ചന. അപ്പൊ ഗ്രഹനിലയിൽ ഏത് ഗ്രഹമാണ് ഇതിന് ജോലിക്ക് തടസ്സം നിൽക്കുന്നത്, ആ ഗ്രഹത്തിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യാതെ ജോലിക്കാര്യങ്ങൾ നടക്കില്ല. പിന്നെ മൂന്നാമതായി പറയാനുള്ള, അവർക്ക് പഠനത്തിൽ തടസ്സം ഉണ്ടാകുന്നത്, അത് കണ്ണുദോഷമാണോ നാവദോഷം. ചില അമ്മമാർ വിളിച്ചിട്ട് പറയുന്നത്, തിരുമേനി മകൻ ബുക്ക് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തലവേദനകളാണ്, അവന് പഠിക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ അവൻ ഭയങ്കര ഉഴപ്പാണ്, ഫോണിലാണ്. ഇപ്പൊ ഫോൺ ഉപയോഗിക്കാത്തവർ ആരും ഇല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വയം നിയന്ത്രിക്കുക കേട്ടോ. ഇപ്പം അതിപ്പോ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. മിക്കവരും കുഞ്ഞിലെ തൊട്ട് ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയാണ്. അതൊരു ദോഷം കൊണ്ടൊന്നുമല്ല, അത് നമ്മൾ പറഞ്ഞു മാറ്റിക്കുക. അപ്പൊ പഠനകാരകത്തിൽ ഏത് ഗ്രഹമാണ് ഈ ഈ
ഈ ജാതകന് ഏത് പാപഗ്രഹമാണ് വിദ്യയിൽ തടസ്സം നിൽക്കുന്നത്, അതേപോലെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കണ്ണുദോഷമാണോ നാഭദോഷമാണോ, അതൊരു ജ്യോത്സ്യൻ, അതായത് അത് ഞാൻ നോക്കി പറയാം, അത് നോക്കി പറഞ്ഞതിന് ശേഷം അതിന് കൃത്യമായ രീതിയിൽ വഴിപാടുകളും കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ പഠന കാര്യങ്ങൾ ഉയർച്ച ഉണ്ടാകും. നമ്മൾ പറയുന്നത് നേരത്തെ അവൻ നല്ലപോലെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു, ഇപ്പം ഒന്നും പഠിക്കുന്നില്ല, പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ പരിഹാര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാതെ കുറെ വിദ്യാരാജഗോപാല മന്ത്ര അർച്ചന ചെയ്താൽ പഠിക്കാനുള്ള ബുദ്ധി വരത്തില്ല. ആ ഒരു സമയത്ത് നമുക്ക് തോന്നും വീണ്ടും പഴയതുപോലെ തന്നെ ആകും. അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ നമ്മളോട് തിരിച്ചു വെക്കുക, അമ്മ ജ്യോത്സ്യന്മാരുടെ അടുത്ത് അമ്പലത്തിലും വഴിപാട് ചെയ്തിട്ട് എന്റെ വിവാഹം നടന്നോ, എന്താണ്? നമുക്ക് ഉത്തരമില്ല അവർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പം കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങൾ വേറൊരു ജ്യോത്സ്യന്മാരെ കാണുമ്പോൾ അവർ പറയുന്നത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമ്മളും ഒരു യുക്തി കൊണ്ടൊന്ന് ചിന്തിക്കണം, അല്ലെ? അപ്പോൾ ഇതിനുള്ള പരിഹാര കാര്യങ്ങൾ പറയാം. ആദ്യമേ 30-35 വയസ്സ് ആയിട്ടുള്ള വിവാഹ കാര്യങ്ങൾ നടക്കാത്ത അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് കുടുംബക്ഷേത്രങ്ങൾ കാണുക, ആ കുടുംബക്ഷേത്രത്തിൽ അവിടെയുള്ള ദേവതയ്ക്ക് വേണ്ടി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ഓർക്കുക, അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ മാസം പോയി യഥാശക്തി വഴിപാട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മക്കളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ആ ഗ്രഹനില നോക്കി ഏത് പാവഗ്രഹമാണോ നിൽക്കുന്നത് ആ പാവഗ്രഹത്തിന് വഴിപാട് ചെയ്തെങ്കിൽ മാത്രമേ വിവാഹ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഒരു വീടിന്റെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടാകും. ആ ഒരു ക്ഷേത്രത്തിൽ കോമൺ ആയിട്ടുള്ള കാര്യമല്ല, വിവാഹ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മുക്കുറ്റി, ഒരു 21 മുക്കുറ്റി പറിച്ച് ഗണപതി ഉള്ള ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം, വശ്യഗണപതി മന്ത്രം കൊണ്ട്, ഒന്നുകൂടെ പറയണം, വശ്യഗണപതി മന്ത്രം കൊണ്ട് 21 ദിവസം 21 മുക്കുറ്റി വെച്ച് അർച്ചന ചെയ്യുക. അപ്പം ഒരു ചോദ്യം ഉണ്ടാവും, തിരുമേനി ഞങ്ങളുടെ അടുത്ത് മുക്കുറ്റി ഉണ്ട്, ചിലർക്ക് മുക്കുറ്റി കിട്ടാനില്ല. മുക്കുറ്റി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത് കറുക കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. കറുക മുമ്മൂന്ന് കെട്ടി കറക്റ്റ് ചെയ്താൽ തിരുമേനിയോട് ചോദിക്കുക കറുക എങ്ങനെ വേണമെന്ന്. അപ്പോൾ കറുക കൊണ്ട് ചെയ്യാം. അഥവാ കറുകയും കിട്ടിയില്ലെങ്കിൽ ഗണേശ കുസുമം എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, അതായത് അരളിപ്പൂവ് കൊണ്ടോ മുക്കുറ്റി കൊണ്ടോ കറുക കൊണ്ടോ വശ്യഗണപതി മന്ത്രം കൊണ്ട് ഈ ഒരു നമുക്ക് എന്താ പറയുക അർച്ചന ചെയ്യാം. അതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെത്തിപ്പൂ വെച്ച് ചെയ്യാനാണ്, വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ മുക്കുറ്റി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. മുക്കുറ്റി കിട്ടില്ലെങ്കിൽ കറുക കൊണ്ട് ചെയ്യാം, പിന്നെ അരളിപ്പൂ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും പിന്നെ എടുത്തു പറയുന്നത് ചെത്തിപ്പൂവാണ്. അപ്പൊ ചെത്തിപ്പൂ കൊണ്ട് വശ്യഗണപതി മന്ത്ര അർച്ചന 21 ദിവസം അടുപ്പിച്ച് ചെയ്ത് ആ ഒരു പ്രസാദം നമ്മൾ മേടിക്കണം. അല്ലാതെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് 21 ദിവസം വഴിപാട് എഴുതി കൊടുത്ത് അവിടുത്തെ തിരുമേനിയും കമ്മിറ്റിക്കാരും ഒക്കെ ചേർന്ന് നടത്തിക്കോളാം. 21 ദിവസം അതിന്റെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനല്ല, 21 ദിവസം ചെയ്താൽ പ്രസാദം മേടിക്കുന്നവർ മാത്രം 21 ദിവസം ചെയ്യുക. അല്ലാത്ത ഭക്തജനങ്ങൾ ജോലി കളഞ്ഞ് ഒരു വഴിപാടും ചെയ്യേണ്ട, ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ജോലിക്ക് പോകാതെ വഴിപാടുകൾ നമ്മൾ അത്രയും സാമ്പത്തികം നമുക്ക് നഷ്ടം വരും. അപ്പൊ ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഞായറാഴ്ച ചെയ്താൽ മതി. അതേപോലെ തന്നെ വീടിന്റെ അടുത്ത് ഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിന്റെ സമയം കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് 21 ദിവസം നമ്മൾ അത് ചെയ്യുന്ന പ്രസാദം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കാം. ഞാൻ ഓരോരോ കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വിശദീകരിച്ച് നല്ലപോലെ മനസ്സിലാക്കിയാണ് പറയുന്നത്. ശ്രദ്ധയോടെ കേട്ട് പറയുന്ന പോലെ തന്നെ ചെയ്യുക. അപ്പൊ ഈ പ്രസാദം മേടിച്ച് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ബാഗിൽ വെക്കുക, ഇനി നമ്മൾ വണ്ടിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഹാളിലോ എവിടെയെങ്കിലും വെക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പ്രസാദം നമ്മുടെ വീട്ടിലുള്ള ചെടിച്ചട്ടി വെക്കാം. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എന്താ പറഞ്ഞ വിവാഹത്തിലുള്ള തടസ്സങ്ങൾ മാറും. അപ്പം വഴിപാട് ഓക്കെ ആയി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് വിവാഹം മരണമല്ലോ, വഴിപാട് ചെയ്ത് അപ്പം വിവാഹം വരണ്ടേ, അതിന് നമ്മുടെ വീടിന്റെ അടുത്തുള്ള മാട്രിമോണിയിൽ, അതായത് ഫോൺ വഴിയുള്ള ആപ്പല്ല, വീടിന്റെ അടുത്തുള്ള മാട്രിമോണിയിലോ ഇല്ലെങ്കിൽ വിവാഹമായി ബന്ധപ്പെട്ട ബ്രോക്കർമാരെയോ കണ്ട് നമ്മൾ ഈ ദോഷം മാറിയതിനു ശേഷം നമ്മൾ രണ്ടാമത് കൊടുക്കുകയോ പത്രത്തിൽ കൊടുക്കുകയോ ചെയ്യുക. വഴിപാട് ചെയ്തിട്ട് വിവാഹം വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നവരെല്ലാവരും മണ്ടന്മാരാണ്, അല്ലെ? നമ്മൾ വഴിപാട് ചെയ്ത് ദോഷം മാറ്റി, പക്ഷെ വിവാഹം വരണ്ടേ? അപ്പം ഇങ്ങനെ ഒരു പയ്യനുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ വീടിന്റെ അടുത്തുള്ള മാട്രിമോണിയിൽ ചെന്ന് നമ്മൾ കൊടുക്കുക. അത് ഫോൺ വഴി ഉള്ളതിൽ മിക്കവാറും തട്ടിപ്പാണ്. നമ്മുടെ ഓഫീസൊക്കെ ആണെങ്കിൽ നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ, അവർ പൈസ മേടിച്ചിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് രണ്ടാമതും മൂന്നാമതും ഒക്കെ ചെന്ന് അവരോട് ചെന്ന് സംസാരിക്കാം, അല്ലെ? അപ്പോൾ ഈ വഴിപാടെല്ലാം പകുതി ആകുന്ന സമയത്ത്, അതായത് 21 ദിവസത്തിന്റെ ഏകദേശം ഒരു 11 എണ്ണം കഴിയുമ്പോൾ നമ്മൾ വീടിന്റെ അടുത്തുള്ള മാട്രിമോണിയിൽ ആൾക്കാരായിട്ടൊന്ന് സംസാരിച്ച് കൊടുക്കുക. അപ്പോൾ ദോഷം മാറുന്ന അനുസരിച്ച് നമ്മൾ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക്
നമുക്ക് അവര് അനുയോജ്യമായ ഒരു ആലോചന നമ്മളെ തേടി വരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹ ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങൾ. അല്ലാതെ കുറെ വഴിപാട് കഴിച്ചിട്ട് നമ്മൾ പത്രത്തിലും ഇല്ലെങ്കിൽ എന്താ പറയുക ആരോടും പറയാതിരുന്ന വിവാഹം വരത്തില്ല. പിന്നെ ചിലര് പറയും ഞങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാരോട് പറയാം. അപ്പൊ ഈ ദോഷം നിൽക്കുന്നുണ്ട്. നമ്മൾ വഴിപാടിന്റെ ദോഷങ്ങളെല്ലാം തീർത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പത്രത്തിൽ കൊടുക്കാവുള്ളൂ. അപ്പം ഇതുവരെ വിവാഹം നടക്കാത്ത ഭക്തജനങ്ങൾ, അതായത് 25 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ വിവാഹം നടക്കാത്ത നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ആ ഗ്രഹനില നോക്കി കാര്യങ്ങൾ ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം. അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരാം. ഇനി രണ്ടാമത്തെ കാര്യം എനിക്ക് പറഞ്ഞാൽ ഈ ജോലിയിൽ ഉറച്ചു നിൽക്കുന്നില്ല, ഇല്ലെങ്കിൽ എത്ര ജോലി ചെയ്തിട്ട് പ്രമോഷൻ ആകുന്നില്ല. മിക്ക അച്ഛനമ്മമാര് പറയാറുണ്ട് എൻ്റെ മകന് പകുതി എത്തിയിട്ട് ജോലിക്ക് പോകുന്നു, ഇല്ലെങ്കിൽ ആ ജോലി കിട്ടുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ മക്കളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. അതായത് ജാതകത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് മാത്രം പരിഹാരം ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ മക്കൾക്ക് സ്ഥിരമായി നല്ല ജോലി കിട്ടാനും നമ്മൾ ചെയ്യേണ്ട വഴിപാട് എന്താണെന്ന് വെച്ചാൽ അച്ഛനമ്മമാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബദേവതകളെ ഒന്ന് പ്രീതിപ്പെടുത്തുക. വീടിന്റെ അടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ മക്കളോട് പോയി തൊഴാൻ പറയുക. നമ്മുടെ അടുത്ത് കാവ് ഉണ്ടെങ്കിൽ ആ കാവിൽ എണ്ണ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ സ്ഥിരമായി ജോലി കിട്ടാൻ വേണ്ടി നിങ്ങളുടെ മക്കളുടെ പക്കപ്പിറന്നാൾ വരുന്ന ദിവസം, അതായത് നാള് വരുന്ന ദിവസം, അതായത് ദേവീ ക്ഷേത്രത്തിൽ കുങ്കുമ അർച്ചന നടത്തുക. എന്താണ് കുങ്കുമ അർച്ചന? ഈ കുങ്കുമ അർച്ചന നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് പോകുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത് പിള്ളേരോട് തൊട്ടിട്ട് പോകാൻ പറയണം. മടിയാണെങ്കിൽ തൊടണ്ട. ഇല്ലെങ്കിൽ അശ്വാരൂഢം ജപിച്ച ചരട് വലത് കൈ, ചുമപ്പ് ചരടിനകത്ത് അശ്വാരൂഢം ജപിച്ച ചരട് വലത് കൈ കിട്ടുക. വലത് കൈ കിട്ടാൻ മടിയാണെങ്കിൽ അരയിൽ കിട്ടിയാൽ മതി. അപ്പൊ കുങ്കുമാർച്ചന ചെയ്ത പ്രസാദം നമ്മൾ തൊട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് തൊഴിൽപരമായ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നീക്കി നമുക്ക് എന്താ പറയാ ആ ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്ക് നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും. ഇപ്പോ മിക്ക ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാരും അവിടെ ചെല്ലുമ്പോൾ മടിയാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനം കണ്ട് ഇവൻ ശരിയല്ല, അവൻ നല്ലപോലെ പണിയെടുക്കുന്നില്ല. അപ്പം കൂടെയുള്ള ആൾക്കാരുകൾ പാര വെക്കും. അപ്പൊ ആ പാരവെപ്പിനും ആ ഒരു ശത്രുതാ ദോഷത്തിനും നമുക്ക് വശ്യത്തിനും വേണ്ടിയാണ് ദേവീ ക്ഷേത്രത്തിൽ കുങ്കുമ അർച്ചന ചെയ്യാൻ പറഞ്ഞത്. അത് പക്കപ്പിറന്നാൾ ദിവസം വർക്കിംഗ് ഡേ വരുന്നതാണെങ്കിൽ പറയുന്ന വഴിപാടുകളെല്ലാം ഞായറാഴ്ച ചെയ്താൽ മതി. ഞായറാഴ്ച തന്നെ ചെയ്താൽ മതി. ജോലി കളഞ്ഞ് ഉള്ള വഴിപാടുകളും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലാണ് കുങ്കുമ അർച്ചന നടത്തേണ്ടത്. അപ്പൊ ഈ കുങ്കുമ അർച്ചന നല്ല കുങ്കുമം കൊടുക്കുക. എന്നിട്ട് തിരുമേനിയോട് ചോദിക്കണം കുങ്കുമം കൊണ്ടുവരണോ അതോ ക്ഷേത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് ജോലിക്കാര്യത്തിലെ തടസ്സം മാറാൻ വേണ്ടിയാണ് അടുത്തുള്ള ശാന്തിക്കാരനോട് പറഞ്ഞ് നല്ലപോലെ അത് ജപിച്ച് മേടിക്കണം. കുങ്കുമാർച്ചന നടത്തി മേടിക്കണം. എന്നിട്ട് ആ കുങ്കുമം തിരിച്ചു തരാൻ തിരുമേനിയോട് പറയണം. എന്നിട്ട് ആ കുങ്കുമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നെറ്റിയിൽ തൊട്ടുകൊണ്ട് പോകണം ജോലി സ്ഥലത്ത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ശത്രുപരമായ ദോഷങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടാവും. എന്നിട്ടും ജോലി സ്ഥലത്ത് എന്തെങ്കിലും വിഷയങ്ങളോ ഇല്ലെങ്കിൽ വീണ്ടും തടസ്സമായിട്ട് നിൽക്കുന്ന അമ്മമാർ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ഗ്രഹനില നോക്കി പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. ഗ്രഹനില നോക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഗ്രഹനില ഇത് വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് അയച്ചു തരാം. വീണ്ടും ജോലിക്ക് തടസ്സം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരാം. അപ്പോൾ കുങ്കുമാർച്ചന ചെയ്ത് ജോലിക്ക് പോകുമ്പോൾ തൊട്ടുകൊണ്ട് പോകാൻ പറയാം. പിന്നെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോവാത്ത സമയത്ത് കുങ്കുമം ഉപയോഗിക്കേണ്ട. അങ്ങനെയുള്ള ചേച്ചിമാരൊക്കെ ഒരു 10 ദിവസം കഴിഞ്ഞ് കുങ്കുമം തൊട്ടാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മേടിച്ചുകൊണ്ട് വരുന്ന കുങ്കുമം ഒരു ടിന്നിനകത്ത് ഇട്ട് ഭദ്രമായ പൂജാമുറിയോ അവിടെ എവിടെയെങ്കിലും വെക്കുക. കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഇടുക. നമ്മൾ നെഗറ്റീവ് എനർജിയോടുകൂടി കുങ്കുമം തൊടരുത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. വശ്യതയുള്ള കുങ്കുമമാണ്. നല്ല രീതിയിൽ നമുക്കത് തൊടുമ്പോൾ അത് ചെല്ലുമ്പോൾ അതിന്റെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കൈയോടെ അറിയാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ടുള്ള കാര്യം പഠനം, അല്ലെ? എൻ്റെ മക്കൾ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ പഠിക്കുന്നില്ല. ബുക്ക് എടുക്കുമ്പോൾ ഭയങ്കര രീതിയിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും. നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ അവന്റെ തലയിലേക്ക് ഒന്നും കയറുന്നില്ല. അങ്ങനെ പറയുന്ന അമ്മമാരുണ്ട്. അപ്പൊ ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാണ്, അച്ഛനമ്മമാർ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുക. വീടിന്റെ അടുത്തുണ്ടെങ്കിൽ കാവിലൊക്കെ പോവുക. അതേപോലെ തന്നെ അടുത്ത് കുരിയാല സർപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആദ്യം തന്നെ എണ്ണ കൊണ്ട കൊടുക്കുക. അവരുടെ പേർക്ക് എണ്ണ ഒഴിക്കുക, പിള്ളേരുടെ പേർക്ക്. അപ്പോ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ചെയ്യേണ്ട വഴിപാട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഏതൊരു ക്ഷേത്രമായിക്കോട്ടെ. അപ്പൊ ദേവീ ക്ഷേത്രമാവട്ടെ, ദേവീ ക്ഷേത്രത്തിൽ താമര കൊണ്ട് കൊടുത്ത് സരസ്വതി മന്ത്രാർച്ചന 108 തവണ
മാസത്തിൽ ഒരു തവണ ചെയ്യുന്നതും നല്ലതായിരിക്കും. 108 തവണ സരസ്വതി മന്ത്രാർച്ചന. താമരയിൽ ചെയ്യുവാണെങ്കിൽ വളരെ ഉത്തമം. താമര കിട്ടിയില്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പൂ കൊണ്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന. അത് ശരിക്കും പറഞ്ഞാൽ മിക്കവരും വിദ്യാരാജഗോപാല മന്ത്ര അർച്ചന ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പ്രസാദം അമ്മമാർ അതല്ല, അവരെയും കൊണ്ട് പോയി ആ അർച്ചന ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ വിദ്യാരാജ മന്ത്ര ഗോപാല അർച്ചനയ്ക്ക് ചീട്ടെഴുതി കൊടുക്കൂല. അപ്പൊ തിരുമേനി ഇത് ചെയ്യുന്ന സമയത്ത് ആ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യം പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ച് അവര് തന്നെ ആ പ്രസാദം മേടിക്കണം. അമ്മമാര് പോയി ചെയ്യരുത്. ചിലവർ അയ്യോ എന്റെ മകൻ അമ്പലത്തിൽ വരത്തില്ല, ഇനി അവന് സമയമില്ല. അവർക്ക് സമയമുള്ളപ്പോൾ പോയി ചെയ്താൽ മതി. അമ്മമാര് ചെയ്ത് ആ ഒരു ഇത് വേണ്ട. അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ദേവീ ക്ഷേത്രത്തിലെ സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന. ഈ സരസ്വതി മന്ത്രം കൊണ്ടുള്ള അർച്ചന ദൃഷ്ടിദോഷം, കണ്ണുദോഷം, നാവുദോഷം, അവർക്ക് ബുദ്ധിശക്തികൾ വർദ്ധിക്കും. എല്ലാ വിധത്തിലുള്ള നെഗറ്റീവുകളും മാറി അവർക്ക് പഠനത്തിലുള്ള ചിന്ത സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിൽ തന്നെ ഉണ്ടാകും. അതുപോലെ വിദ്യാരാജഗോപാല മന്ത്രം കൃഷ്ണന്റെ അമ്പലത്തിൽ വിദ്യാർത്ഥികൾ പോയി തന്നെ ചെയ്യുന്നതാണ് ഉത്തമം. അപ്പൊ സ്കൂളൊക്കെ ഇല്ലാത്തപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. പിന്നെ സരസ്വതി മന്ത്ര അർച്ചന അവര് വരുമെങ്കിൽ അവരെ കൊണ്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അവര് പോയി ചെയ്താൽ മതി. ചെയ്യുമ്പോൾ തിരുമേനിയുടെ പറയണം സരസ്വതി മന്ത്ര അർച്ചന 108 തവണ തന്നെ ചെയ്തു തരാൻ പറയണം. അതൊരു മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മക്കള് നല്ല രീതിയിൽ തന്നെ ആകും. ശത്രുദോഷം ഉണ്ടാകത്തില്ല, ദൃഷ്ടിദോഷം ഉണ്ടാകത്തില്ല. അപ്പൊ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ജോലി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു, പഠന സംബന്ധമായ കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അറിയാൻ വേണ്ടി ഈ ഭക്തജനങ്ങൾ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. ഇത് വാട്സാപ്പ് നമ്പർ, ജ്യോതിഷ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞാണ്. അപ്പം നിങ്ങളുടെ മക്കളുടെ ഗ്രഹനില എനിക്ക് അയച്ചു തരിക. അതിൽ നോക്കി പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.